ശ്രീകൃഷ്ണ ചൈതന്യ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ആ വാസുദേവൻ്റെ കഥ വീണ്ടും പറയാം. ശ്രീകൃഷ്ണ ചൈതന്യ ഹരേ മുരാരേ. നിങ്ങളെല്ലാം എന്നോട് ആവശ്യപ്പെടുന്നുണ്ട് വീണ്ടും വീണ്ടും ഹരികഥ പറയാൻ. ഹരികഥ സംബോധനാഗ്രാഹികം. ഈ ഹരികഥയിൽ ഒരു വിശേഷമുണ്ട്, ഒരു വലിയ വിശേഷമുണ്ട് ഈ ഹരികഥയിൽ. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു എപ്പിസോഡ്, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ യദുകുലത്തിൽ ജനിച്ചത് എന്തിനാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഒത്തിരി സംശയമുണ്ട്. യാദവ പ്രഭു എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്, യദുകുലനാഥ. പാട്ടിലൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ യദുകുലം എന്ന് പറയുന്നത് ശരിക്കും അസുരകുലമാണ്. ദേവന്മാരുടെ കുലത്തിൽ എന്താ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കാൻ? ഒരു ഭയങ്കര സംശയമാണ്. ശാസ്ത്രജ്ഞന്മാർ പോലും ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ യദുകുലനാഥ എന്നാണ് പറയുന്നത്. ഈ യദുകുലത്തിൽ എന്തിനാണ് വന്ന് ജനിച്ചത്? നിങ്ങൾ മനസ്സിലാക്കണം ഭഗവാന്റെ ആ കാരുണ്യം. ഭഗവാൻ ജനിക്കേണ്ടി വന്നതാണ്. കാരണം രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സ്പർദ്ധയാണ്, അഹംബുദ്ധിയാണ് ഈ കുലം തിരഞ്ഞെടുത്ത്. ഈ പർട്ടിക്കുലർ കുലം യദുകുലം അസുരകുലം തിരഞ്ഞെടുക്കാൻ കാര്യം രണ്ട് സ്ത്രീകൾ, ഒന്ന് വൃഷഭർവാവിൻ്റെ പുത്രിയായിരിക്കുന്ന ശർമ്മിഷ്ഠ, ഒന്ന് സാക്ഷാൽ ശുക്രാചാര്യരുടെ, അവരുടെ ഗുരു അസുരഗുരുവായിരിക്കുന്ന ശുക്രാചാര്യരുടെ പുത്രിയായി ദേവയാനി. വളരെ പ്രസിദ്ധമായൊരു കഥയാണിത്. ശുക്രാചാര്യരാണ് ഏറ്റവും മന്ത്രതന്ത്രാദികളുടെ പ്രധാന ആൾ. അദ്ദേഹത്തിന് ഒരു പുത്രിയേ ഉള്ളൂ, ദേവയാനി. വൃഷഭർവാവിൻ്റെ പുത്രിയായിരിക്കുന്ന ശർമ്മിഷ്ഠയും കൂട്ടുകാരികളാണ്. ഇവർ കളിച്ച് ചിരിച്ച് നടന്ന് കാട്ടിൽ തോഴികളുമായിട്ട് പോയി ഒരു തടാകത്തിൽ ചെന്നിട്ട് വസ്ത്രങ്ങളെല്ലാം അഴിച്ചവിടെ വെച്ചിട്ട് അവരാ തടാകത്തിൽ നീന്തി കളിച്ചും പൂ പറിച്ചും ഒക്കെ കഴിയുമ്പോൾ സാക്ഷാൽ ശിവപാർവതിമാരെ ആ അന്തരീക്ഷത്തിലൂടെ പോവുക. അവർ പോകുന്ന ഇവർ കണ്ടു, വെള്ളത്തിൽ നിഴലിച്ച്. പെട്ടെന്ന് തന്നെ പെൺകുഞ്ഞുങ്ങൾ ഓടി കയറിയെടുത്ത് വസ്ത്രങ്ങളൊക്കെ എടുത്ത് നഗ്നത മറച്ചു. പക്ഷെ വസ്ത്രം മാറിപ്പോയി. ശർമ്മിഷ്ഠയുടെ വസ്ത്രം ദേവയാനി എടുത്തു, ദേവയാനിയുടെ വസ്ത്രം ശർമ്മിഷ്ഠ എടുത്ത്. തിരക്കൊണ്ട് പേടിച്ച് വിറച്ച് ഭഗവാൻ കാണുമോ ഈ പണി എന്ന് കണ്ടിട്ട് അവർ ആ തിരക്കിൽ, ആ ധൃതിയിൽ പറ്റിപ്പോയതാണ്. പക്ഷേ അത് കലഹമായി. അതാണ് പ്രകൃതിയിൽ എന്തിനൊരു കാര്യകാരണ സംഭവമാണ്. ഭയങ്കര കലഹമായി. രാക്ഷസ ബുദ്ധിയോടുകൂടി, ക്ഷത്രിയ ബുദ്ധിയല്ല, ഈ രാജകുമാരി ഗുരുപുത്രിയായിരിക്കുന്ന ദേവയാനിയെ ചീത്ത വിളിക്കുകയും നാണക്കേട് പറയുകയൊക്കെ ചെയ്ത്, ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ബ്രാഹ്മണൻ്റെ പുത്രിയല്ലേ നീ, നിനക്ക് എന്ത് തോന്നി എൻ്റെ വസ്ത്രം എടുത്ത് കൊടുക്കാൻ, രാജകന്യയെ എൻ്റെ? അങ്ങനെ അങ്ങോട്ടും ശരിക്ക് പറഞ്ഞു. ശരിക്ക് വഴക്ക് നടന്ന് അവസാനം ആ ക്ഷത്രിയ ബലം വെച്ചിട്ട് അഹങ്കാരിയായിരിക്കുന്ന ശർമ്മിഷ്ഠ ദേവയാനിയെ ആ അടുത്ത് കാണുന്ന പൊട്ടക്കിണറ്റിൽ പിടിച്ച് തള്ളി മരിക്കാനിട്ടിട്ട് പോവുകയാണ്. ആരും ഇല്ല അവിടെ. ഏകാന്തമായിട്ട് അവിടെ പിടിച്ച് തള്ളി കൊല്ലാനിട്ടിട്ട് കൊട്ടാരത്തിലേക്ക് പോയി. ആരും അറിയുന്നില്ലെന്നാണ് ശർമ്മിഷ്ഠയുടെ വിചാരം. കൂട്ടുകാരെല്ലാം അവരുടെ തോഴികളാണ്. രാജകൊട്ടാരത്തിലേക്ക് മിണ്ടാതെ ദുഃഖിച്ചു പോയി. പക്ഷേ അവിടെയും ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അവിടെ പ്രസാദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണു. അവിടെ യയാതി എന്ന് പറയുന്ന യുവരാജാവ് എട്ടയാടി വരുമ്പോൾ ഒരു പെൺകുച്ചിൻ്റെ ദീനരോധനം കേൾക്കുക യുവതിയുടെ ആ പൊട്ടക്കിണറ്റിൽ നിന്ന്. അദ്ദേഹം എത്തി നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു കന്യക അത് കിടക്കുക. അദ്ദേഹം തൻ്റെ കൈ അങ്ങോട്ട് കൊടുത്ത് പിടിച്ച് കയറ്റി എടുത്തു. ലജ്ജയോടുകൂടി കുമാരി പറഞ്ഞു, സ്വാമി അവിടുന്ന് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവായിരിക്കണം, ഞാൻ കന്യകയാണ്, എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി രാജാവ് പറഞ്ഞു, ശരി, നിൻ്റെ പിതാവായ ശുക്രാചാര്യനോട് പറയൂ, അദ്ദേഹം എനിക്ക് നിന്നെ വിവാഹം കഴിച്ച് തന്നാൽ സ്വീകരിക്കാമെന്ന് പറഞ്ഞു പോയി. ഇതെല്ലാം ദേവയാനി ശുക്രാചാര്യരുടെ സന്നിധാനത്തിലെത്തി പറഞ്ഞു. അദ്ദേഹം അപ്പം തന്നെ നഗരം വിട്ടു. ഇത്ര നിന്ദ്യമായി എല്ലാവരുടെയും പൂജ ചെയ്ത് കിട്ടുന്ന അല്പ അന്നം കൊണ്ട് ജീവിക്കേണ്ടവനാണോ ഞാൻ? മന്ത്രതന്ത്രാദികളും ആ ബ്രാഹ്മണ്യമുള്ള ഞാൻ ഈ രാജാവിൻ്റെ ആശ്രിതനായി കൊട്ടാരത്തിൽ കിടന്ന് ഈ ചോറ് നിന്നയോട് തിന്നുന്നത് കൊണ്ടാണ് എൻ്റെ പുത്രിക്ക് ഇത് സംഭവിച്ചത്. അദ്ദേഹം നഗരം വിട്ടുപോയി. നഗരം വിട്ട് അദ്ദേഹം പോയപ്പം പൂജകളെല്ലാം മുടങ്ങി. ശുക്രൻ മറിഞ്ഞപ്പോൾ എല്ലാം തീർന്നു. അസുരകുലം തന്നെ നശിക്കാൻ തോന്നുന്നു. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ വൃഷഭർവാവ് ഓടി വന്ന് കാല് പിടിക്കുകയാണ്. അപ്പോൾ ഒരു പരിഹാരം പറഞ്ഞു, നിൻ്റെ പുത്രി എൻ്റെ പുത്രിക്ക് ദാസിയായി തീരണം, അതുകൊണ്ട് ശർമ്മിഷ്ഠ ദാസിയായി തീരണം. അവളുടെ വിവാഹമൊക്കെ അടുത്തിരിക്കുകയാണ്. അവിടെ ഞാൻ വിവാഹം കഴിച്ചു വിടുന്ന ആ സ്ഥലത്ത് ദാസ്യപ്രവൃത്തി ചെയ്തുകൊണ്ട് കഴിഞ്ഞു കൂടിക്കണം. യയാതി മഹാരാജാവ് തിരിച്ചു വന്നു, വിവാഹം നടത്തിക്കൊടുത്തു ശുക്രാചാര്യരെ. ഒരു കരാറോടുകൂടിയാണ്. ഒരിക്കലും മഹാരാജാവേ രാജകുമാരിയാണെന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ നോക്ക പോലെ ചെയ്യരുത്. അങ്ങനെ പോയി യയാതിയുടെ കൊട്ടാരത്തിൽ പോയി
ഉദ്യാനത്തിനടുത്ത് ഒരു ചെറിയ വീടൊക്കെ ഒരു വാസസ്ഥലമൊക്കെ കൊടുത്ത് ശർമ്മിഷ്ഠയും തോഴിമാരോടെ കഴിയുന്നു. സേവന പ്രവൃത്തിയൊക്കെ ചെയ്തുകൊണ്ട് രാജപദവിയിലിരിക്കുകയാണ് ദേവയാനി, രാജാവിൻ്റെ പ്രിയപത്നി. അങ്ങനെ യദു തുർവസ്സു എന്ന് പറയുന്ന 2 പുത്രന്മാരുണ്ടാകുകയാണ്. ഈ യയാതിക്ക് കാലം കുറേ കഴിഞ്ഞപ്പോഴേ പതുക്കെ അരമനയിലുള്ളവർ പറഞ്ഞു, ഇതേ പ്രായത്തിൽ ഈ ശർമ്മിഷ്ഠയ്ക്ക് 3 ആൺകുട്ടികൾ, അതിലിളയവനാണ് പുരുവ്. അയ്യോ, കേട്ടിട്ട് തീ പോയെന്ന് ആലോചിച്ചൊക്കെ. തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ രാജാവ് താനാണ് എല്ലാം എന്ന് പറഞ്ഞ് ചതിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അതേ പ്രായത്തിൽ 3 കുട്ടികളാണ് ജനിച്ചിരിക്കുന്നത്. നേരെ പോയി ശുക്രാചാര്യ അടുത്ത് ചെന്ന് സങ്കടം ബോധിപ്പിച്ചു. ശുക്രാചാര്യ കോപിഷ്ഠനായി. അവൻ്റെ യൗവനം തീരട്ടെ, ജരാനരകൾ ബാധിച്ചവൻ വയസ്സനായി അവിടെ കിടന്നോട്ടെ എന്ന് രാജാവ് അറിഞ്ഞ് ഓടി വന്നു. നിവൃത്തിയില്ല, പാദം പിടിച്ച് കരഞ്ഞു. ഒരു തെറ്റ് പറ്റിപ്പോയി മഹാത്മൻ, അങ്ങയുടെ പുത്രിക്ക് ഇത് ബാധിക്കും. ഞാൻ ജരാനരകൾ ബാധിച്ച് അകാല നര ബാധിച്ച് വൃദ്ധനായാൽ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ശാപമോക്ഷം തരണം എന്ന് പറഞ്ഞു. ശരി, നിനക്കിപ്പോൾ 3, 2, 5 പിള്ളേരില്ലേ, പുത്രന്മാരില്ലേ, അവരിൽ ആരാ നിനക്ക് യൗവനം തരുന്നതെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചെടുത്തിട്ട് സുഖിച്ചോളാൻ പറഞ്ഞു. യദുവിനോട് ചെന്ന് ചോദിച്ചു, ദേവയാനി പുത്രനോട്. ബ്രാഹ്മണനല്ലേ, ശുക്രാചാര്യയുടെ പൗത്രനും കൂടാണ്. ജന്മനാ തന്നെ ഭാഗവനോടുള്ള സ്നേഹമുണ്ട്, മോക്ഷമാർഗം അറിയാം. അദ്ദേഹം പറഞ്ഞു, യദു പറഞ്ഞു, പിതാവേ, ഞാൻ ഈ ശരീരം എടുത്ത് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. എനിക്ക് മോക്ഷം കിട്ടണം, ഭഗവാനെ കിട്ടണം. ഇങ്ങനെ ഭൗതികമായ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ഇവിടെ കഴിയാനല്ല എൻ്റെ ഉദ്ദേശം. എനിക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ഞാൻ ഭഗവാനെ സേവിക്കണം. അതുകൊണ്ട് എൻ്റെ ശരീരം ഞാൻ തരില്ല. എനിക്ക് രാജ്യം വേണ്ട, അങ്ങയുടെ മൂത്തപുത്രന് രാജ്യത്തിന് അവകാശിയാണ്. എനിക്ക് അങ്ങയുടെ രാജ്യവും രാജ്യഭവങ്ങളൊന്നും വേണ്ട, ഇതല്ലേ ഗതി. പറഞ്ഞൊഴിഞ്ഞു. ശരി, നിനക്ക് രാജ്യം തരത്തില്ല, കിരീടം അവകാശം ഒന്നുമില്ല, രാജകുമാരനാണെങ്കിലും കിരീടം വെക്കാൻ പറ്റില്ല. നേരെ അടുത്ത ശാഖയിലേക്ക് ചെന്നു. ഇളയവനായ പുരു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ ഏതാഗ്രഹം ഞാൻ സാധിച്ചുതരാം, എനിക്ക് രാജ്യം കിട്ടിയാൽ മതി. അങ്ങനെ യൗവനം കൊടുത്തു, പകരം രാജ്യാവകാശവും കിട്ടി. കുറച്ച് നാളൊക്കെ ഈ യൗവനം കൊണ്ട് നടന്ന് രാജാവിന് മതിയായി, നിന്ദ്യമായി തോന്നി തൻ്റെ ജന്മത്തോട്. അതാണ് ഈ ഭൗതികമായ സുഖങ്ങളും ഭോഗസുഖങ്ങളും ഒക്കെ ഒരു ഘട്ടം വരെ നിൽക്കത്തുള്ളൂ. ഇത് അനുഭവിച്ച് കഴിയുമ്പോൾ സ്വയം നിന്നവരും ആത്മാവിന് ആ ആത്മനിന്ദയുണ്ടായിട്ട് സ്വന്തം ഭാര്യയോട് പറഞ്ഞു, ഞാൻ സന്യസിക്കാനായിട്ട് പോവുകയാണ് ദേവയാനി, എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് മോക്ഷം കിട്ടണം. യദു പറഞ്ഞതെല്ലാം ശരിയാണ്. അങ്ങനെ അദ്ദേഹം പോയി അദ്ദേഹം ധ്യാനിച്ച് സമാധി കൂടി പോയി. പുരുവംശം നമുക്കറിയാമല്ലോ, അർജുനനൊക്കെ പുരുവംശ രാജാക്കന്മാരാണ്, കീർത്തി കേട്ടതാണ് പുരുവംശം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? യദു കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, എനിക്ക് ഭഗവാനെ കിട്ടണം. ഭഗവാന്റെ അവതാരകാലമായപ്പോൾ അസുരവംശത്തിലേക്ക് വന്ന് ജനിക്കുകയാണ്, യദുവിൻ്റെ വംശത്തിലേക്ക് വന്ന് ജനിക്കുകയാണ്. ഒരുപാട് രാജാക്കന്മാരുടെ പേരവിടെ പറയുന്നുണ്ട്. വംശാനുചരിതം ബോറടിക്കും നമ്മൾ ഭാഗവത്തിൽ അത് വായിക്കുമ്പോൾ. അതെല്ലാം ശരിയാണ്, ചരിത്രമാണ്. അപ്പോൾ യദുവംശത്തിലേക്ക് വന്ന് മധുരയിൽ വന്ന് ജനിക്കുമെന്ന് ഭഗവാൻ നേരത്തെ തന്നെ പ്രവചിച്ചു. അവിടെ ഉഗ്രസേന മഹാരാജാവിൻ്റെ പുത്രിയായിട്ട് ദേവകിയും കംസനുമാണ്. ശൂരസേന മഹാരാജാവും യദുവംശമാണ്. അവിടെ വസുദേവർ ജനിച്ചു. അതായത് ഒരു കുടുംബത്തിൽ തന്നെ അമ്മാവൻ്റെയും മക്കൾ എന്നുള്ള മട്ടിൽ പറയാം. അങ്ങനെ ഭഗവാൻ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി വന്ന് ജനിക്കാൻ കാരണം ഈ യദുവാണ്. മനസ്സിലായല്ലോ? അപ്പോൾ 2 സ്ത്രീകൾ തമ്മിലുണ്ടായ കലഹമാണ് ഭഗവാന്റെ ഈ അവതാരത്തിന് ഒരു കാരണം ഒന്നും കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, യദു വംശത്തിൽ വരാൻ കാരണം. അതിലുപരി ദേവകി എന്ന് പറയുന്ന അടുത്ത സ്ത്രീ ഭഗവാന്റെ അമ്മ തന്നെ. അതാണ് സ്ത്രീകൾക്ക് എപ്പോഴും അസൂയയും മാത്സര്യമൊക്കെ ഉണ്ടായിട്ട് വംശനാശം വരും. അപ്പോൾ പുരുഷന്മാർക്ക് ഉണ്ടാകത്തില്ലെന്ന് വെച്ചാൽ ഇത്ര അസൂയ പുരുഷന്മാർക്ക് ഉണ്ടാവില്ല, ഉണ്ടായാലും നാശമാണ്. ഇവിടെ സാക്ഷാൽ ദേവമാതാവായ അതിഥി എന്ന പേരോടുകൂടി കശ്യപ പ്രജാപതി എന്ന ഭർത്താവിനോടുകൂടി ദേവലോകത്ത് സുഖമായിട്ട് വസിച്ചിരുന്ന ആളാണ് ദേവകിയും വസുദേവരുമായിട്ട് ഈ ഭൂമിയിൽ മരിക്കുന്നവരുടെ ലോകത്ത് വന്ന് ജനിച്ചത്. ആ കാലഘട്ടത്തിൽ ഈ കശ്യപ പ്രജാപതിയുടെ 2ാമതൊരു ഭാര്യയുണ്ട് ദിതി. അവർ ഭർത്താവിനെ സേവിച്ച് വ്രതം നോറ്റ് പയോവ്രതം നടത്തി ദേവേന്ദ്രൻ എന്ന് പറയുന്ന ആദ്യപുത്രനെ പോലൊരു പുത്രൻ കിട്ടണമെന്ന് വരം വാങ്ങിച്ച് ഗർഭം ധരിച്ചു. ഇതെല്ലാം അറിഞ്ഞ ആ ദേവമാതാവ് പോലും ദേവേന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞ് നശിപ്പിച്ചേരെ ആ ബീജം.
ആ ഗർഭത്തെ ശിശുവിനെ ഉടച്ചു കളഞ്ഞേക്കാൻ വല്ല കാര്യമുണ്ടോ? ഒരു ദേവമാതാവിൻ്റെ അസൂയയാണ്. അപ്പോൾ അസൂയ എന്ന് പറഞ്ഞാൽ കാമരാഗദ്വേഷാദികളാൽ ആമയം വിനായിരിക്കണമെന്നാണ് പ്രഹ്ലാദസ്വാമി പറയുന്നത്. കാമരാഗദ്വേഷാദികളാണ് നമുക്ക് ഡിപ്രഷനും രോഗങ്ങളും ഒരു കാരണമില്ലാതെ മറ്റുള്ളവരുടെ അസൂയ വരിക. നമ്മൾക്ക് അവർ ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ. അസൂയ എന്ന് പറയുന്ന മാരക രോഗം. അത് ഷുഗറല്ല, പ്രഷറല്ല, വേറൊന്നുമല്ല, അസൂയ. ഈ അസൂയയാണ് സർവനാശത്തിനും കാരണം. ആ അസൂയ ഒരിക്കലും നമ്മെ വംശത്തെ രക്ഷിക്കത്തില്ല. അപ്പോൾ ഇവിടെ ആ അസൂയ പോകണമെങ്കിൽ തത്വം അറിയണം. ഭാഗവത്തിൽ അങ്ങനെ വന്ന് ജനിക്കുകയാണ്. ഭഗവാനെ സേവിച്ചിരുന്നവർ വിഷ്ണു ഭക്തരായിരുന്നു ഈ അതിഥി മാതാവ്. എന്നാൽ ഗർഭം ദേവേന്ദ്രനെ അടച്ചിട്ട് അവർ മരിച്ചില്ല. മരുത്തുക്കളായിട്ട് പോയി നിൽക്കുകയാണ് ഇപ്പോഴും ആകാശത്തിൻ്റെ അനന്തസീമയിലും ദേവലോകത്ത്. അപ്പോൾ എന്താ കിട്ടിയത്? ഭഗവാന്റെ അമ്മയാകാൻ യോഗ്യതയുള്ള ആൾ കാരാഗ്രഹവാസവും സന്താന ദുഃഖവും 6 പിള്ളേരെ തല്ലിക്കൊന്നു. സ്വന്തം ആങ്ങളെ തല്ലിക്കൊന്നു. സ്വന്തം ആങ്ങളെ ആര് വെട്ടിക്കൊന്നു? ശ്രീകൃഷ്ണ ഭഗവാന് ആണല്ലോ. അപ്പോഴെന്താ ഉണ്ടായത്? കൊലപാതകത്തിനുള്ള മനസ്ഥിതി. കൊലപാതകം ചെയ്യുവല്ല, കൊലപാതകത്തിന് പ്രേരിപ്പിക്കുക. സർവനാശം അനുഭവിച്ചില്ലേ? ദേവമാതാവാണ്. സാക്ഷാൽ അവതാര പുരുഷനായ ശ്രീകൃഷ്ണനെ പോലും അവരെ ആ കാരാഗ്രഹത്തിൽ നിന്ന് 14 കൊല്ലത്തേക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. ജീവപര്യന്തം തടവ്. എന്നിട്ട് എന്താ കിട്ടിയത്? സന്താന ദുഃഖവും. സ്വന്തം കുഞ്ഞായിട്ട് സാക്ഷാൽ ഭഗവാൻ ജനിച്ചിട്ട് പോലും ഒന്നും ലാളിക്കാൻ പറ്റില്ല. യശോദാമ്മയ്ക്ക് അതിന് ഭാഗ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കാമരാഗദ്വേഷാദികൾ, ഷഡ്വികാരങ്ങൾ, ഇവയെല്ലാം ആ കലിയുഗത്തിൽ വർദ്ധിപ്പിച്ച് വരും. കലി നമ്മുടെ എല്ലാം വീടുകളിലുണ്ട്. ആരിലൊക്കെയാണ് കലി നിൽക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാൻ അറിയാൻ പറ്റും. കഴിയുന്നത് ഒഴിഞ്ഞു മാറുക. ഒഴിഞ്ഞു മാറിയിട്ട് എവിടെ ഇരിക്കും? ഈ ദുഃഖമൊക്കെ എവിടെ കൊണ്ടുവയ്ക്കും? മകൾ സ്നേഹിക്കുന്നില്ല, മകൻ സ്നേഹിക്കുന്നില്ല, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, അയൽക്കാരുടെ സഹവാസമില്ല. യാതൊരു സ്നേഹവും, സത്യസന്ധമായ സ്നേഹം പരസ്പരം ഇല്ലാത്ത യുഗമാണ് ഈ കലിയുഗം. ഈ കലിയുഗത്തിൽ ഭഗവാൻ പറഞ്ഞതേ മാർഗമുള്ളൂ. ഗുളിക കഴിച്ച് മരിക്കാം, ദിവസവും മരിക്കാം. ഗുളികയുടെ എണ്ണമെങ്കിലും കുറയ്ക്കണമെങ്കിൽ ഞാൻ പറയുകയാണ്, ഡിപ്രഷനും പ്രഷറും ഷുഗറും വേറെയും കുറേയൊക്കെ ഉണ്ടല്ലോ, കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കണമെങ്കിൽ ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഔഷധം, മഗധ ഔഷധം. ഡോക്ടർ സ്മിത എന്നോട് ചോദിച്ചു. ഞാൻ ബോധപൂർവം തന്നെയാണ്. എൻ്റെ കൂടെ എൻ്റെ ഭാഗവതം പഠിക്കുന്ന ശിഷ്യ ഇലക്ട്രിക്കൽ എൻജിനീയർ സന്ധ്യ മാഡം ഉണ്ട്. ഞങ്ങൾ ഗണപതി അടുത്ത് പോയി അനുവാദം ചോദിച്ചു. ഗണപതിയാണല്ലോ ഇത് എഴുതിയത്. ഒരു പാട്ടുണ്ട്. ഞങ്ങളിങ്ങോട്ട് കാറിൽ വരുമ്പോൾ ആ പാട്ട് പാടിക്കൊണ്ടാണ് വന്നത്. എന്താണ്? വ്യാസൻ തന്നോടെ മാനസവ്യാസം ദന്തം കൊണ്ടു കുറിച്ചവനെ. ആരാ? മഹാഗണപതിയാണ് വ്യാസൻ്റെ ആ മഹാജ്ഞാനം കണ്ട് എഴുതി കൊടുത്തത്. അപ്പം ഈ പാട്ടിനൊക്കെ ഒരു ചരിത്രമുണ്ട്. ശരിക്കും ഇതിനൊക്കെ ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ട്. ഞങ്ങൾ ആ പാട്ട് പാടിക്കൊണ്ട് വന്നു. ഗണേശൻ്റെ അനുഗ്രഹം കിട്ടി. ഇനി നിങ്ങളാണ് കഥാപാത്രങ്ങൾ. ഇപ്പം ഞാൻ 2 എപ്പിസോഡ് പറഞ്ഞു. ഇനി ഇതിലേക്ക് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താതെ പഠിപ്പിച്ചു തരാനുള്ള വകയുണ്ട് ഇവിടെ. അതായത് നൈമിശവനത്തിലെ വിഷ്ണു ക്ഷേത്രത്തിങ്കൽ ആ മാമുനിമാർ 100ഓളം യാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ശൗനകാദി മുനികളെല്ലാം ഇരുന്നിട്ട് സൂതൻ എന്ന് പറഞ്ഞ പൗരാണികൻ, വേദവ്യാസൻ്റെ ശിഷ്യൻ, ഭാഗവതം അറിയാവുന്ന അദ്ദേഹത്തിനെ ഇരുത്തി ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം വേണമെങ്കിലും പറയാം. അപ്പോൾ തീർച്ചയായിട്ടും അമ്മ വിട്ടുനിന്നല്ല, ഒരു യൂട്യൂബിലേക്ക് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുമ്പം കാര്യമാത്ര പ്രസക്തമായിട്ട് എന്തെങ്കിലും വേണ്ടേ? വല്ലതുമൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന സിദ്ധ സംഗമത്തിൻ്റെ അനുഗ്രഹത്താൽ കിട്ടിയിരിക്കുന്ന വളരെ വിലയേറിയ ശ്രീമദ് ഭാഗവതം ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ക്ലാസ് എടുക്കുന്നത് മിക്കവാറും ആശ്രമത്തിൽ വെച്ച് തന്നെ ആയിരിക്കും. എൻ്റെ നമ്പറിലേക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഒരു 2 ക്ലാസ് മാസത്തിൽ, എല്ലാ ദിവസവും പറ്റില്ല, മാസത്തിലൊരു 2 ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ രോഗം സൂപ്പറായിട്ട് കുറച്ച് തരാമെന്ന് ഞാൻ വാദിക്കുകയാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അല്ലെങ്കിൽ ഡോക്ടർമാർ പറയട്ടെ ഗുളികയുടെ എണ്ണം കുറച്ച് തരാം. നല്ല രീതിയിലുള്ള ഒരു അപ്രോച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഞാനും എൻ്റെ അറിവ് പകർന്നു തരാൻ തയ്യാറാണ്. ഭഗവാനും കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരെയും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഗ്രീൻ മെഡിൻ്റെ ഡയറക്ടർ സ്മിത എപ്പോഴും എന്തെങ്കിലും ആത്മീയ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്.
ഗണപതി ക്ഷേത്രത്തിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്ന് വന്നിട്ട് ഞാൻ ഈ ശാന്തമായ ഈ സ്ഥാപനത്തിലിരുന്ന് ഈ ഭാഗവതം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് വിളിക്കുക. യാതൊരു ഫീസും തരണ്ടെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാനിത് ഉപസംഹരിക്കട്ടെ. നമസ്തേ. കൃഷ്ണ ജയ്, കൃഷ്ണ ജയ്, കൃഷ്ണ 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 ശ്രീ കൃഷ്ണ ജയ്.